അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഈ ഒരു മഗ്രിബിക്ക് ശേഷം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രാവുകളായിട്ടുള്ള മുഹറമിലെ വളരെ പ്രധാനപ്പെട്ട നൈറ്റ്സുകളായിട്ടുള്ള താസുആ, ആഷൂറ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. അതിൽ താസുആൻ്റെ മുഹറം 9 രാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ താസുആ നമ്മിലേക്ക് വരുമ്പോൾ, നമ്മളതിനെ ഓർക്കുമ്പോൾ ശരിക്കും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. കാരണം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുഹറം 10 നോമ്പ് നമുക്ക് സുന്നത്താക്കിയിട്ട് പറഞ്ഞു തന്നു. പക്ഷേ പിന്നീട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടിയിട്ട്, യഹൂദികളോട് എതിരാകാൻ വേണ്ടിയിട്ട്, യഹൂദികൾ മുഹറം 10 നോമ്പ് നോൽക്കും. അവരോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ മുഹറം 10 നോമ്പ് നോൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ നേതാവ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആ ഒരു സ്മരണക്കാണ്. ഞങ്ങളുടെ നേതാവ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും സമൂഹത്തെയും ഫിർഔനിൻ്റെ ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് രക്ഷപ്പെടുത്തിയ ദിനമാണ് മുഹറം 10. അതുകൊണ്ടാണ്, ആ ഒരു ഓർമ്മക്കാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എതിരാകാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്ന രീതിക്ക്, അന അഹക്കുബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ ഞാനാണ് മൂസാ നബിയോട് ബന്ധപ്പെട്ട ആൾ, അതുകൊണ്ട് അവരോട് എതിരാകണം എന്ന നിലക്ക് മുഹറം 9 നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചോടെന്ന് പറഞ്ഞല്ലോ. ലഇൻ ഇഷ്തു ഇലാ ഖാബിൽ ല അസൂമന്ന താസിഅ, ഞാൻ അടുത്ത മുഹറമിന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പ് പിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ഡേ ആണ് താസിഅ, മുഹറം 9 എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ദിവസം. പക്ഷേ അടുത്ത മുഹറമിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം ശരിക്കും നമ്മൾ നിറവേറ്റണ്ടേ? ആ ഉമ്മത്തിൽപ്പെട്ട നമ്മളല്ലേ അതിന് പിന്നീട് ഏറ്റവും ബന്ധപ്പെട്ടവർ. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. എന്താണെങ്കിലും വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്, രാവുകളാണ് മുഹറം 9-ൻ്റെയും 10-ൻ്റെയും അതിൻ്റെ പകലുകളൊക്കെ. നോമ്പിൻ്റെ രീതികളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, പല വീഡിയോകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്, ജസ്റ്റ് ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് കാവൽ നൽകിയ, രക്ഷ നൽകിയ ദിവസങ്ങളാണ് ശരിക്കും മുഹറം 9-ഉം 10-ഉം. അതുപോലെ മുഹറമിൻ്റെ പല ദിവസങ്ങളും മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചതൊക്കെ മുഹറം 10-നാണ് നമുക്കറിയാം. എന്താണെങ്കിലും ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നമ്മളും വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ ചൊല്ലാൻ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ തയ്യാറാണെങ്കിലേ ഒരുപാട് തട്ടിമുട്ടുകൾ, ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ കാക്കും. യാതൊരു ഡൗട്ടും വേണ്ട, യാതൊരു സംശയവും വേണ്ട. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സ്വലാത്ത് എല്ലാവർക്കും മേ ബി അറിയുന്ന സ്വലാത്താണ്, അറിയാത്തവർ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാനലിൽ ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഓരോ വീഡിയോ തുടങ്ങുമ്പോഴും ആ വീഡിയോയുടെ ആദ്യത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. ഏതാ സ്വലാത്ത് അറിയോ? സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ. അറിയാത്തവരുണ്ടാവില്ലല്ലോ. ഈ സ്വലാത്തിലുണ്ട് ശരിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ കെട്ടിക്കുടുക്കങ്ങളിൽ നിന്നും, എല്ലാ തട്ടിമുട്ടുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള രക്ഷ ശരിക്കും ഈ സ്വലാത്തിലുണ്ട്. അതുകൊണ്ട് ഈ മുഹറം 9-ൻ്റെ രാവിലും 10-ൻ്റെ രാവിലും പകലുകളിലും ഒക്കെ നമ്മൾ പരമാവധി ഇതുപോലെയുള്ള സ്വലാത്തുകൾ ചൊല്ലിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ്, ദുഃഖങ്ങൾ പറഞ്ഞ്, പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാവലേകിയ പടച്ചോനെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട്, അവിടുത്തെ മേലുള്ള ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ പടച്ചോനെ, പടച്ചോനെ ഞങ്ങളെ കാക്കണേ പടച്ചോനെ എന്ന് എന്ത് പ്രയാസം പറഞ്ഞ് നമ്മൾ ദുആ ചെയ്താലും ഇൻഷാ അല്ലാഹ് അതിന് ഇജാബത്ത് ഉറപ്പാണ്, യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. കൂടുതൽ ഇങ്ങനെ നീട്ടി പരത്തി പറയുന്നില്ല. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നോമ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നാളത്തെ നോമ്പിന് നമുക്ക് പടച്ച റബ്ബ് തരുന്നത് 4 നോമ്പിൻ്റെ കൂലിയാണ്. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ?
ഒന്നാമത്തെ നമുക്ക് റമദാനിൽ ഖളാ ഉണ്ടെങ്കിൽ ആ ഒരു റമദാനിലെ ഖളാ ആയ നോമ്പിനെ നമുക്ക് കരുതാം, നിയ്യത്തിൽ കരുതാം. അതിനുശേഷം നമുക്ക് എന്ത് കരുതാം, മുഹറം 9 സുന്നത്ത് നോമ്പ് എന്ന് കരുതാം. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഓൾറെഡി നോമ്പ് സുന്നത്തുള്ള ദിവസമാണല്ലേ, തിങ്കളും വ്യാഴം, ആ ഒരു വ്യാഴാണ് നാളെ, അത് നമുക്ക് കരുതാം. നാലാമത്തത് മുഹറമിൽ നിന്നുള്ളൊരു സുന്നത്ത് നോമ്പ്, മുഹറം നമുക്ക് നോമ്പ് ഒരിക്കൽ സുന്നത്തുണ്ടല്ലോ, അതും കരുതാം. ഇങ്ങനെ ഒരു വെടിക്ക് 4 പക്ഷികളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ പടച്ചോനെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.